ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വാഴച്ചെടി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് മധുരച്ചേമ്പ്, മറ്റു പേരുകൾ എന്ന് പറയുന്നത് ചക്കരച്ചേമ്പ്, മലങ്കൂവ, ചെങ്കൂവ, അതുപോലെ തന്നെ പഞ്ചാരച്ചേമ്പ് എന്നിങ്ങനെയൊക്കെ പല പല പേരുകളുണ്ട്. ഇതിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട്. ഇതുപോലെ ലൈറ്റ് പച്ച കളർ ഇലകളും അതുപോലെ നല്ല റെഡ് കളറിലുള്ള പൂക്കളുള്ള ഒരു വിഭാഗവും, അതുപോലെ തന്നെ ഈ ഇലകൾക്ക് തണ്ടിനും ബ്രൗൺ നിറവും അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല മെറൂൺ ഷെയ്ഡുള്ള രണ്ട് ചെടി വിഭാഗമുണ്ട്. ഈ രണ്ട് ചെടികളും എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ലൈറ്റ് പച്ച കളറും റെഡും പൂക്കളുള്ള ഒരു ചെടിയാണ്. പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ പുഴുങ്ങി കഴിച്ചിരുന്നെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ കഴിച്ചിട്ടില്ല എന്നാണ് പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത്. അന്നൊക്കെ എല്ലാ വീടുകളിലൊക്കെ ഇതിങ്ങനെ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഏകദേശം ഒരു 11 മാസമൊക്കെയാണ് ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഈ പൂവെല്ലാം കഴിഞ്ഞിട്ട് ചെടി ഇങ്ങനെ ഉണങ്ങി എന്ന സമയമാകുമ്പോഴത്തേക്കും അത് കിളച്ചിട്ട് അത് പുഴുങ്ങി കഴിച്ചിരുന്ന നല്ല ടേസ്റ്റാണെന്നാണ് അന്നുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള തലമുറയ്ക്കൊന്നും ഈ ചെടികൾ തന്നെ പരിചയം കാണത്തില്ല. അപ്പോൾ പിന്നെ അത് പുഴുങ്ങി കഴിക്കുക എന്ന് പറയുന്നത് അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ഇതുപോലത്തെ പഴയ ചെടികളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ എനിക്ക് നല്ല താല്പര്യമുള്ളതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ ഈ രണ്ട് വിഭാഗവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാനിത് പ്രധാനമായിട്ട് ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഞാനത് ചെടിയായിട്ട് തന്നെയാണ് ഇവിടെ നട്ടിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പൂക്കളിങ്ങനെ ചെറിയ പൂക്കളാണെങ്കിലും ഇതിൻ്റെ നല്ല ഈ ഡാർക്ക് കളറും ഈ പച്ച കളറിനകത്ത് ഈ റെഡും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഇത് താരതമ്യേന ചെറിയ അധികം ഹൈറ്റ് ഇല്ലാതാണ് ഈ പച്ച വെറൈറ്റി വരുന്നത്. ഇതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡും ഉണ്ടെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു വിഭാഗമാണ്. ഇതിൻ്റെ പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പച്ച കായ്കളുണ്ടാകും. ഈ പച്ച കായ്കൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങനെ ഉണങ്ങി അതിനകത്ത് വിത്തുകളുണ്ടാകും. ചെറിയ കറുത്ത വിത്തുകളാണ് ഉണ്ടാകുന്നത്. അത് താഴെ വീണും പുതിയ തൈ ഇങ്ങനെ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ നമുക്ക് കിഴങ്ങ് നട്ടിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഓരോ പൂ കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളവിടെ വെച്ച് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ പുതിയ തളിരെല്ലാം ഉണ്ടായിട്ട് അതിലെല്ലാം ഇങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിൽക്കും. എന്തായാലും നല്ലൊരു ഭംഗിയാണ്, പൂന്തോട്ടത്തിന് നല്ലൊരു കാഴ്ചയാണിത്. ഇത് കൂടുതലും നടുന്നതൊക്കെ നമ്മുടെ ബട്ടർഫ്ലൈസും എല്ലാം വരും. നല്ല ഇഷ്ടംപോലെ തേനൊക്കെ ഉള്ള ഒരു ചെടിയായതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസൊക്കെ ഇഷ്ടംപോലെ വരും. ഇതിൻ്റെ ഔഷധ ഗുണം നല്ല രീതിയിൽ ഔഷധ ഗുണമുള്ള ചെടിയായിട്ടാണ് പറയുന്നത്. ഒത്തിരി മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഇതിൻ്റെ കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എന്തായാലും ചെടി എന്നുള്ള രീതിയിൽ കാണാൻ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ചെടി തന്നെയാണിത്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ചെടിയാണ്. നമ്മളിപ്പോൾ നട്ടില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ വിത്തുകൾ വീണ് പുതിയ ചെടികളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ രണ്ട് വെറൈറ്റിയും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഇത് ഇത് റെഡ് പൂവും മറ്റേത് മെറൂൺ പൂവും. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് എന്തായാലും പഴയകാല ഈ ചെടികളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടാതൊക്കെ വെക്കാനായിട്ട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമാണ്. അങ്ങനെ ഞാൻ സംഘടിപ്പിച്ച ചെടിയാണ് ഇതെല്ലാം. എന്തായാലും നല്ലൊരു ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. അത് നിങ്ങളിലൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.